പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തൃശ്ശൂർ രൂപതയുടെ ചങ്ങനാശ്ശേരി രൂപതയുടെയൊക്കെ രൂപതാ ദിനങ്ങളായിരുന്നു, അതിരൂപതാ ദിനങ്ങളായിരുന്നു. നമുക്ക് പ്രത്യേകമായി നമ്മുടെ രൂപതകളൊക്കെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. ഒരു കത്തോലിക്കൻ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയിലെ അംഗമാണ്. അപ്പം ഞാൻ തൃശ്ശൂർ രൂപതയിലായിരിക്കും, ഞാൻ ആൻഡ്രൂസ് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ഒരു വ്യക്തി തലശ്ശേരി രൂപതയാണെങ്കിൽ തലശ്ശേരി രൂപതയിലെ അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ഒരു വ്യക്തി വരാപ്പുഴ അതിരൂപതയാണെങ്കിൽ വരാപ്പുഴയിലെ ആർച്ച് ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് ഏത് രൂപതയാണോ അല്ലെങ്കിൽ അതിരൂപതയാണോ ആ അതിരൂപതയിലും എത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നമ്മൾ കത്തോലിക്കൽ എന്ന് പറയുമ്പോൾ ഒരു പ്രാദേശിക സഭയിലെ അംഗമാണ് എന്ന് അതിനാൽ തന്നെ അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 103:13. അവിടെ വചനം ഇങ്ങനെയാണ്: പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. അത് പിതാവിന് മക്കളോട് എങ്ങനെയാണ് അലിവ് തോന്നുന്നത്, അതുപോലെയാണ് തൻ്റെ ഭക്തരോട് കർത്താവിന് അലിവ് തോന്നുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സ്നേഹം, ചിലപ്പോഴൊക്കെ നമുക്ക് ദൈവസ്നേഹം എന്നൊക്കെ നമ്മൾ പാടാറുണ്ടെങ്കിലും അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം എന്താണെന്നൊക്കെ അറിയാം. പിതാവിന് നമ്മളോടൊരു സ്നേഹമുണ്ട്. അതാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്ക വിധം പിതാവ് അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം അനുഭവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ പുരുഷന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.